എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമൻ്റെ കഥയാണ് രാമായണം, അല്ലെങ്കിൽ രാമൻ്റെ യാത്രയാണ് രാമായണം. രാമനാണ് രാമായണത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ആ രാമൻ ആരാണ്? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമസ്വാമിയെ നമ്മൾ കാണാറുള്ളത്. അദ്ദേഹം കേവലം വിഷ്ണുവിൻ്റെ അവതാരം മാത്രമല്ല, അദ്ദേഹം ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനാണ്. രാമായണത്തിൽ തന്നെ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഈ ഭാരതം ധർമ്മഭൂമിയാണ്. അതുകൊണ്ട് തന്നെ രാമൻ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ്. രാമൻ ഒരു ഐതിഹ്യ പുരുഷൻ മാത്രമല്ല, അദ്ദേഹം ചരിത്ര പുരുഷനാണ്. അയോധ്യാപതിയായി ഈ ഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ദീർഘനാളുണ്ടായതിന് കൃത്യമായിട്ടുള്ള ചരിത്ര വസ്തുതകൾ മഹാത്മാക്കൾ അനുസ്മരിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ ശ്രീരാമസ്വാമിയുടെ കഥ ഈ കർക്കിടക മാസത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടായും വാൽമീകി രാമായണം എന്ന മൂലരാമായണത്തിലൂടെയും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരു അവതാരമുണ്ടായ ആ അവസരത്തെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം രാമാവതാരം എന്ന വിശേഷപ്പെട്ട അവസരത്തെയും അത് നമുക്ക് പ്രകടമാക്കി മനസ്സിലാക്കി തന്ന പുത്രകാമേഷ്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ യാഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ രാമകഥാമൃതത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥൻ എന്ന് വിളിക്കപ്പെടുന്ന മഹാരാജാവ്, അദ്ദേഹത്തിന് 3 പത്നിമാർ. ആദ്യത്തെ പത്നി കൗസല്യ, രണ്ടാമത്തേതായി കൈകേയി, മൂന്നാമത്തേതായി സുമിത്ര. ഈ 3 ഭാര്യമാരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ദശരഥ മഹാരാജാവിന് പുത്രശോകമാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ സന്താന സൗഭാഗ്യം ഇല്ലാതിരുന്ന ഒരാളല്ല അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീരാമസ്വാമിക്ക് മുമ്പായി ദശരഥന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ശാന്ത എന്നാണ്. ഒരിക്കൽ ദശരഥനെ സന്ദർശിക്കാൻ എത്തിയ ലോമപാത രാജാവിന് അദ്ദേഹത്തെ വളർത്താനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശാന്ത ലോമപാത രാജാവിൻ്റെ ദത്തുപുത്രിയായിട്ട് മാറി. ആ കഥ ആ ഭാഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ അത്യധികം പുത്രശോകത്തിലൂടെ ദശരഥൻ കടന്നു പോകുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം കേവലം ദശരഥൻ മാത്രമല്ല, അദ്ദേഹം അയോധ്യാപതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ തലമുറയിലെ ഏറ്റവും മുതിർന്ന സന്താനം ആ രാജ്യ പദവി ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സൂര്യവംശത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന് അതിയായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നത്, ഈ രാജ്യഭാരം ഏറ്റെടുക്കാൻ എൻ്റെ വംശത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് എനിക്കൊരു മകൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ളതായിരുന്നു. ആ വിഷമം കൊണ്ട് അദ്ദേഹം ദീർഘനാൾ സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു വിഭാഗം സമയം അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. വാർദ്ധക്യാവസ്ഥയിലേക്ക് ദശരഥൻ സമീപിക്കുന്ന സമയത്താണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, ഒരു അനന്തരാവകാശി വേണം എന്നുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിന് അതിയായിട്ട് തോന്നുകയും അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിരുന്ന വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം വിശേഷപ്പെട്ട ഒരു യാഗം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ യാഗത്തിൻ്റെ പേരാണ് പുത്രകാമേഷ്ടി. പുത്രകാമേഷ്ടി സൽസന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള യാഗമാണ്. വസിഷ്ഠൻ ദശരഥനോട് പറയുന്നുണ്ട്, അനുയോജ്യമായിട്ടുള്ള ഒരാചാര്യനെ കൊണ്ട് ഈ യാഗം നടത്തിയാൽ അങ്ങേക്ക് ശ്രേഷ്ഠന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവും. അപ്പൊ ദശരഥന് ഈ യാഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആരെയാണ് പുരോഹിതനായിട്ട് നിശ്ചയിക്കേണ്ടത്, എങ്ങനെയാണ് ഈ യാഗം പൂർത്തിയാക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അവിടെയും രാജഗുരു എന്നുള്ള ആ പദവിയിൽ ഇരിക്കുന്ന വസിഷ്ഠൻ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെയാണ് സാക്ഷാൽ ഋഷിശൃംഗ മഹർഷിയെ യജ്ഞാചാര്യനാക്കി പുത്രകാമേഷ്ടി യാഗം നടത്തണം എന്ന് രാജഗുരു രാജാവിനെ ഉപദേശിക്കുന്നത്. ഈ ഋഷിശൃംഗ മഹർഷിയായിട്ടും ദശരഥ മഹാരാജാവിന് ഒരു ബന്ധമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ലോമപാത രാജാവിന് വളർത്താനായിട്ട് കൊടുത്ത ശാന്ത എന്ന് വിളിക്കപ്പെടുന്ന പെൺകുട്ടിയെ അംഗരാജ്യത്ത് വെച്ച് വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ ഋഷിശൃംഗൻ എന്ന് വിളിക്കപ്പെടുന്ന മഹർഷിയാണ്. പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ സ്ഥാനമാണ് മഹർഷിക്കുള്ളത്. അതൊന്നും നോക്കിയില്ല. അദ്ദേഹത്തിനെ ആ മഹത്വം, ആ ഋഷിശൃംഗ മഹർഷി എന്ന് പറഞ്ഞാൽ വിഭാണ്ഡകന്റെ പുത്രനായിട്ടുള്ള അത്യധികം തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണെങ്കിൽ തീർച്ചയായും നല്ല മക്കളുണ്ടാവും എന്നുള്ള വിശ്വാസം ദശരഥനും ഒപ്പം ഭാര്യമാർക്കും ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് അംഗരാജ്യത്ത് നിന്ന് ഋഷ്യശൃംഗ മഹർഷിയെ ആനയിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ സരയൂ നദിയുടെ തീരത്ത് വളരെ വിപുലമായി പുത്രകാമേഷ്ടി യാഗം നടക്കുന്നത്. യാഗത്തിൻ്റെ അവസാനം ആ യാഗത്തിൽ നിന്ന് യാഗപുരുഷൻ കയ്യിൽ പായസവുമായി ഉയർന്നു വന്നു. ആ പായസം ഋഷ്യശൃംഗ മഹർഷിയെ ഏൽപ്പിച്ചു. അദ്ദേഹം അന്തർധാനം ചെയ്തു. മഹർഷി ആ പായസം മഹാരാജാവിനെ ഏൽപ്പിച്ചു പറഞ്ഞു, ഇത് കഴിക്കുന്ന താങ്കളുടെ ഭാര്യമാർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാവുന്നതാണ്. ദശരഥൻ ആ പായസത്തെ രണ്ടാക്കി വിഭജിച്ച് ഒരു പങ്ക് തൻ്റെ കൗസല്യ എന്ന് വിളിക്കപ്പെടുന്ന ഭാര്യയ്ക്കും രണ്ടാമത്തെ പങ്ക് തൻ്റെ കൈകേയി എന്ന് വിളിക്കപ്പെടുന്ന ഭാര്യയ്ക്കും നൽകി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. സുമിത്രയെ എന്തുകൊണ്ടാണ് ദശരഥൻ മറന്നത് എന്ന് രാമായണം കൃത്യമായി പറയുന്നില്ല. എന്തു തന്നെയായാലും തൻ്റെ സപത്നിയോട് അത്യധികം സ്നേഹമുണ്ടായിരുന്ന കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പായസത്തിൻ്റെ ഓരോ പങ്ക് വീതം സുമിത്രയ്ക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആ പായസം കഴിച്ച കൗസല്യാദേവി ഗർഭിണിയായി. ആ കൗസല്യയുടെ മകനായി ഭഗവാൻ തൻ്റെ 7ാമത്തെ അവതാരം ശ്രീരാമചന്ദ്ര പ്രഭുവായി അയോധ്യയിൽ ജനിച്ചു. അടുത്തത് ഭരതനാണ്. കൈകേയിയുടെ ഗർഭത്തിൽ ഭഗവാൻ ഭരതനെന്ന ഭാവത്തിൽ ജനിച്ചു. 2 പങ്ക് പായസം ലഭിച്ചതിനാൽ 2 പേരെയാണ് സുമിത്ര പ്രസവിച്ചത്. ഒരാളുടെ പേര് ലക്ഷ്മണൻ, അടുത്ത ആളുടെ പേര് ശത്രുഘ്നൻ. ഇങ്ങനെയാണ് ഭഗവാന്റെ വിഭൂതികൾ കൂടി ഭഗവാന്റെ ഒപ്പം ആ രാമാവതാര ലീല സമയത്ത് പ്രകടമായത്. ഭഗവാൻ സ്വയം രാമനായിട്ട് അവതരിച്ചു. ലക്ഷ്മണനായിട്ട് അവതരിച്ചത് അനന്തനാണ്, ആദിശേഷനാണ് എന്നാണ് സങ്കല്പം. സാക്ഷാൽ ഭരതൻ ഭഗവാന്റെ ശംഖാണ് എന്നാണ് സങ്കല്പം. ശത്രുഘ്നൻ ഭഗവാന്റെ ചക്രമാണ് എന്നാണ് സങ്കല്പം. അങ്ങനെ സർവ്വവിഭൂതികളോടും കൂടി ഭൂഭാരത്തെ തീർക്കാനായിട്ടും രാവണനെ നിഗ്രഹിക്കാനായിട്ടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടും ഭഗവാൻ നാരായണൻ രാമാവതാരം എടുത്തു. ആ രാമൻ നമ്മളുടെ ഉള്ളിൽ ആത്മാരാമനായിട്ട് വിളങ്ങുന്നു. എങ്ങനെയാണോ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി സദാസമയവും ആ രാമനെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യം ഈ രാജ്യത്ത് സമാഗതമാവണമെന്ന് ആഗ്രഹിച്ചത്, അതുപോലെ നമുക്കും ആ ആത്മാരാമനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ച് ഈ രാമായണ മാസത്തിൽ അദ്ദേഹത്തെ ഭജിക്കാം. അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.